തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 അംഗങ്ങളെ നിയമിക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി ഈ മാസം 15-ന് യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ കമ്മീഷൻ അംഗം അരുൺ ഗോയൽ രാജിവെച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നെന്ന സൂചന. ബിജെപി ടിക്കറ്റിൽ മത്സരിക്കാനാണോ അരുൺ ഗോയൽ രാജിവെച്ചതെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ചോദിച്ചു. 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അനൂപ് ചന്ദ്ര പാണ്ഡെയുടെ കാലാവധി പൂർത്തിയാവുകയും അരുൺ ഗോയൽ അപ്രതീക്ഷിതമായി രാജിവെക്കുകയും ചെയ്തതോടെ അവശേഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രം. രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാൻ കഴിയാത്തതാണ് അരുൺ ഗോയലിന്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക അറിയിച്ചു. അരുൺ ഗോയലിന്റെ രാജിയുടെ കാരണം കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. मुख्य इलेक्शन कमिश्नर के बीच में कुछ मतभेद आ गए हैं? क्या उनके और मोदी सरकार जो फ्रंट सीट में बैठकर ड्राइविंग करती है सभी संवैधानिक संस्थाओं की, क्या उनके बीच में कुछ मतभेद आ गए हैं? दूसरा मेरे मन में ये आया, व्यक्तिगत कारण हो सकते हैं. പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതിന് പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി ഈ മാസം 15-ന് യോഗം ചേരും. ഒരു കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ഡിസംബറിൽ നിയമം ഭേദഗതി ചെയ്തിരുന്നു. സമിതിക്ക് നൽകാനുള്ള കരട് പട്ടിക തയ്യാറാക്കാനുള്ള നടപടികൾ നിയമമന്ത്രാലയവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകാതെ നടത്താനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. 24 ഡൽഹി. രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ബിജെപി എംപി. ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന അനുച്ഛേദങ്ങൾ തിരുത്താൻ ലോക്സഭയിൽ 400 സീറ്റ് മാത്രം പോരാ, രാജ്യസഭയിലും ഭൂരിപക്ഷം വേണമെന്ന് കർണാടകയിലെ ബിജെപി എംപി അനന്ത്കുമാർ ഹെഗ്ഡെ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു വിവാദ പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ನಮಗೆ ಲೋಕಸಭೆಯಲ್ಲಿ ಬಹುಮತ ಇದೆ, 2/3 ಮೆಜಾರಿಟಿ ಇದೆ. ರಾಜ್ಯಸಭೆಯಲ್ಲಿ ನಮಗೆ 2/3 ಮೆಜಾರಿಟಿ ಇದೆ, ಅಲ್ಪ ಬಹುಮತ ಇದೆ. ರಾಜ್ಯ ಸರ್ಕಾರಗಳಲ್ಲಿ ನಮಗೆ ಬೇಕಾಗಿರ್ತಕ್ಕಂಥ ಬಹುಮತ ಇಲ್ಲ. ಸಂವಿಧಾನವನ್ನ ತಿದ್ದುಪಡಿ ಮಾಡಬೇಕಾದ್ರೆ ಏನು ಮೂಲಭೂತವಾಗಿ ಸಂವಿಧಾನವನ್ನ ಸಂಪೂರ್ಣವಾಗಿ ತಿರುಚಿದ್ರು ಕಾಂಗ್ರೆಸ್ನವರು, ಅದರಲ್ಲಿ ಬ್ಯಾಡದೇ ಇರೋದನ್ನೆಲ್ಲ ತುರುಕಿದ್ರು. ವಿಶೇಷವಾಗಿ ಇಡೀ ಹಿಂದೂ ಸಮಾಜವನ್ನ ದಮನಿಸುವಂತಹ ರೀತಿಯಲ್ಲಿ ಕಾನೂನನ್ನು ತಂದಿಟ್ಟಿದ್ರು. ಇದೆಲ್ಲವೂ ಬದಲಾಗಬೇಕಾದ್ರೆ ಈ ಮೆಜಾರಿಟಿಯಲ್ಲಿ ಆಗುವುದಿಲ್ಲ. സൗദിയിൽ റംസാൻ മാസപ്പിറവി ദൃശ്യമായി. നാളെ റംസാൻ വ്രതം ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെയാണ് റംസാൻ ആരംഭിക്കുക. ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് റമദാൻ മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമദാൻ ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. സൗദിക്ക് പുറമെ ഭൂരിഭാഗം ഗൾഫ് അറബ് രാജ്യങ്ങളിലും നാളെ തന്നെ റമദാൻ വ്രതം ആരംഭിക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മനസ്സും ശരീരവും സമ്പത്തുമെല്ലാം ശുദ്ധീകരിക്കുന്ന മാസമാണ് റമദാൻ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. രാത്രിയിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹ്, അത്താഴം, ഇഫ്താർ സംഗമങ്ങൾ തുടങ്ങിയവ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. മക്കയിലേക്കും മദീനയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹറം പള്ളികളിൽ പൂർത്തിയായിട്ടുണ്ട്. റമദാൻ വിഭവങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ വിശ്വാസികൾ. വാണിജ്യ കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. റമദാനിൽ സൗദിയിൽ ജോലി സമയം 6 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പള്ളികളിലും മുൻ വർഷങ്ങളെ പോലെ ഇഫ്താർ വിരുന്നുകൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. മറിച്ചുള്ള പ്രചാരണങ്ങൾ മന്ത്രാലയം തള്ളി. ജലീൽ കടമകലം, 24 ജിദ്ദ. പ്രൈം ടൈം ന്യൂസ് തുടരുന്നു. പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശത്തിൽ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ആരോപണം ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ. ബെഹ്റയ്ക്കെതിരായ ആരോപണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ ഇടനിലനിന്നതിനെക്കുറിച്ച് അറിയില്ല എന്നും ബിജെപി സർക്കാരിനെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി.
പത്മജ വേണുഗോപാലിനെ BJP പാളയത്തിലെത്തിച്ചതിന്റെ ഇടനിലക്കാരൻ മുൻ DGP ലോക്നാഥ് ബെഹ്റ തന്നെയെന്ന് ആവർത്തിക്കുകയാണ് VD സതീശനും K സുധാകരനും. പിണറായി വിജയനും സംഘപരിവാറിനും ഇടയിലെ ഇടനിലക്കാരൻ ബെഹ്റയാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ്. ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഇവര് നിഷേധിക്കട്ടെ അല്ലെന്ന് പറയട്ടെ, ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. ബെഹ്റയുടെ ഇടപെടൽ വ്യക്തമെന്ന് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ. സംഭവത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് ലോക്നാഥ് ബെഹ്റ ഇടനില നിന്നതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നേതാക്കൾ BJP-യിലെത്തുന്നത് കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണമെന്നും റിയാസ് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ആളുകൾ ഇങ്ങനെ പോകുന്നതിൽ യഥാർത്ഥത്തിൽ എന്താണ് കാരണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പഠിച്ച് അത് തിരുത്താനാണ് അവർ തയ്യാറാവേണ്ടത്. BJP ഗവൺമെന്റിനോട് പോരാടാൻ തയ്യാറുള്ളവരാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്താനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യം. പത്മജയുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് UDF LDF പോര് മുറുകുകയാണ്. 24 കോഴിക്കോട്. മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ലോക്നാഥ് ബെഹ്റ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്നും ജ്യോതികുമാർ ചാമക്കാല 24 എൻകൗണ്ടറിൽ പറഞ്ഞു. ഇസ്രത് ജഹാൻ ഏറ്റുമുട്ടൽ കേസിലെ ഇസ്രത് തീവ്രവാദിയാണെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മൊഴി നൽകിയിട്ടുണ്ടെന്ന് ബെഹ്റ CBIക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എനിക്ക് 100% നല്ല ബോധ്യമുണ്ട്. ഞാൻ ഉത്തമ ബോധ്യത്തോടെ തന്നെ പറയുന്നത്, അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവകാശവാദം തെറ്റാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. ഉത്തരവാദിത്തോടെ പറയണം, അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷന് പ്രൊസീഡ് ചെയ്തതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ NIA പരിപൂർണമായും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരു സെക്ഷനിൽ പോയതിനു ശേഷം അദ്ദേഹം ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങി വന്നിട്ടുള്ളത്. ഇത് ഞാൻ ആധികാരികമായി പറയുന്നു. ഞാനൊരു നമ്മുടെ രാജ്യത്തിനെതിരായി സംസാരിച്ചെങ്കിൽ അദ്ദേഹം കേസെടുക്കട്ടെ, അദ്ദേഹം പരാതി കൊടുക്കട്ടെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തതോടെ സംസ്ഥാനത്ത് പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ കളം നിറഞ്ഞു തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് വനിതകളെ പരിഗണിച്ചില്ല എന്ന് വിമർശിച്ച ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മാർച്ച് 14-നകം ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിലൂടെ മണ്ഡലങ്ങളിൽ സജീവമാകുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ LDF മണ്ഡലം കൺവെൻഷനുകളിലേക്ക് കടന്നു. BJPയുടെ നേതൃത്വത്തിലുള്ള NDA സ്ഥാനാർത്ഥികളുടെ സ്വീകരണവും പൗരപ്രമുഖരെ സന്ദർശിക്കുന്ന പരിപാടികളിലുമാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പരിഗണിച്ചില്ലെന്ന ഷമാ മുഹമ്മദിന്റെ ആരോപണം KPCC പ്രസിഡന്റ് K സുധാകരൻ തള്ളി. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിന്റെ ആരുമല്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ആവർത്തിക്കുകയാണ് CPI. ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് LDF ജയിക്കേണ്ടത്. ആ രാഷ്ട്രീയം വിജയിച്ചാൽ ഞങ്ങൾ ജയിച്ചു. അതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ചും BJPയുടെ അനുബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. രാജ്യത്ത് ഭരണത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണിയുടെ പ്രധാനമന്ത്രിയാകേണ്ടതായ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു ചെറിയതായിരിക്കുന്ന തലമൊന്നുമല്ല. വയനാട് പാർലമെന്റ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. തൃശൂരിലെ പ്രവർത്തകരോട് ക്ഷോഭിച്ചതിൽ വിശദീകരണവുമായി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്ത് വന്നു. ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും. താരപരിവേഷമുള്ളവരെയും ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് മുന്നണികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. പാലക്കാട് നിന്ന് വടകരയിലെത്തിയ ഷാഫി പറമ്പിലിന് ആവേശകരമായ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ വൈകാരിക യാത്രയയപ്പിന് ശേഷമാണ് ഷാഫി വടകരയിലെത്തിയത്. വടകരയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ 24-നോട് പറഞ്ഞു. ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് യാത്രയാക്കാൻ പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിലെത്തിയത് വൻ ജനക്കൂട്ടം.
ചിലർ പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. പാലക്കാടുമായുള്ളത് അറുത്തുമാറ്റാനാകാത്ത ഹൃദയബന്ധമെന്ന ഷാഫിയും. എന്ത് പറഞ്ഞാലും ഷാഫിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ അങ്ങനെയല്ലേ പറയുന്നത്. പാലക്കാട് നിന്ന് പോയത് തന്നെയാണല്ലോ എന്തായാലും. പക്ഷെ ജയിച്ചു വരും. ഇനി നമ്മളെ എപ്പോഴും കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നമ്മുടെ നിന്ന് പോയില്ല. ഒരു വീട്ടിലത്തെ ഒരാൾ പോയത് പോലെ ഷാഫിക്ക് ജയിക്കുന്നുള്ള ഉറപ്പുള്ള കാരണം ഉണ്ടല്ലോ AIC ആ തീരുമാനം എടുത്തത്. ഷാഫിക്ക് എന്തായാലും അവിടെ ജയിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത്. ഒത്തിരി വിഷമം. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു MLA നഷ്ടം, MP കിട്ടണത് വേറെ, ഞങ്ങൾക്ക് ഈ പാലക്കാടിൻ്റെ ഒരു MLA നഷ്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വടകരയിൽ പ്രവർത്തകർ വൻ വരവേൽപ്പാണ് UDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. KK രമ MLA ഉൾപ്പെടെ UDFന്റെ മുതിർന്ന നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും യുവ നേതാക്കൾക്കുമൊപ്പം റോഡ് ഷോ. വാക്കിലും കണക്കിലും പറയാനാവാത്ത ആവേശം, ആത്മാർത്ഥത ചാലിച്ച ആവേശം. ഇത് ഇവിടുത്തെ പ്രവർത്തകരുടെ മനോഭാവവും ജനങ്ങളുടെ വികാരവുമാണ് പ്രകടിപ്പിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഷാഫി പറമ്പലിനെ പാലക്കാട് ലഭിച്ചത് മാസ് എൻട്രി എന്ന് MK രാഘവൻ MP. ഇതൊരു മാസ് എൻട്രിയാണ് ഷാഫിയുടെ. ഷാഫി വന്നു, കണ്ടു, വടകര ഷാഫിക്ക് മുമ്പിൽ കീഴടങ്ങി. അതാണ് സത്യം. നാളെ മുതൽ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സജീവമാകും. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. ഈ മാസം 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. അതേസമയം മുന്നണിയെ പ്രതിസന്ധിയിലാക്കി തുഷാർ വെള്ളാപ്പള്ളിയും PC ജോർജും തമ്മിലുള്ള പോര് തുടരുകയാണ്. കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കുക എന്ന BJPയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസ്ഥാനത്തെത്തുന്നത്. ഈ മാസം 15-ന് പാലക്കാട് C കൃഷ്ണകുമാറിന്റെയും 17-ന് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നേരത്തെ തൃശൂർ മണ്ഡലത്തിൽ 2 തവണ നരേന്ദ്രമോദി എത്തിയിരുന്നു. K സുരേന്ദ്രന്റെ കേരള പദയാത്രയിൽ പങ്കെടുക്കാനാണ് അവസാനമായി കേരളത്തിലെത്തിയത്. ഇതിനിടെ NDAയെ ആശങ്കയിലാക്കി PC ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് PC ജോർജിന്റെ പിന്തുണ തേടേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയം ആവശ്യമില്ല. അതുപോലെ ഞങ്ങളെ അതുമായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. അദ്ദേഹം എന്തോ പറയുന്നു, അത് സാധാരണ പറയുന്ന പോലെ പറയുന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് തേടേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾക്ക്. കാര്യം അല്ലെങ്കിൽ BJPക്കാരനല്ലേ. NDAക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും എന്നോട് അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് എന്റെ കടമയാണ്. അതേസമയം കേരളത്തിൽ ഇത്തവണയും BJP ഒരു സീറ്റിലും ജയിക്കില്ലെന്ന് പാർട്ടി വിട്ട് CPIMൽ ചേർന്ന AK നസീർ പ്രതികരിച്ചു. 24 കോട്ടയം. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് വൻ സ്വീകരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. അരൂരിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. തന്റെ സ്ഥാനാർത്ഥിത്വം CPMനെ അങ്കലാപ്പിലാക്കിയെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇല്ലായ്മയാണ് വ്യക്തമാക്കുന്നത് എന്ന് മന്ത്രി P പ്രസാദ് പ്രതികരിച്ചു. ജില്ലാ അതിർത്തിയിൽ വേണുഗോപാലിനായി പ്രവർത്തകർ ഒരുക്കിയത് ഗംഭീര സ്വീകരണം. ഒപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തലയും എത്തിയതോടെ ആവേശം ഇരട്ടിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം ലോക്സഭാ അംഗത്തെ എന്ന് രമേശ് ചെന്നിത്തല. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായതുകൊണ്ട് KC വേണുഗോപാൽ ഇവിടെ നിന്ന് ജയിച്ചാൽ ഒരു രാജ്യസഭ നഷ്ടപ്പെടുമെന്ന്. ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യം രാജ്യസഭയല്ല, ലോക്സഭാ മെമ്പർമാരെയാണെന്ന് പറയാൻ ആഗ്രഹിക്കാം. തുറന്ന ജീപ്പിൽ വേണുഗോപാലിനൊപ്പം വാദ്യമേളങ്ങളും ബൈക്ക് റാലിയുമായി 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. തന്റെ മടങ്ങിവരവ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കിയെന്ന് KC. രാജ്യസഭാ അംഗത്വം നഷ്ടമായാൽ BJPക്ക് ഗുണം ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. അവർ തീരുമാനിച്ചോ, ഞാനിവിടെ ജയിച്ചു എന്നുള്ളത് അവർ സമ്മതിച്ചു. മറ്റൊരു വശം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ഞാൻ സ്ഥാനാർത്ഥിയായതോടുകൂടി ആലപ്പുഴ UDF ജയിച്ചു എന്ന് സമ്മതിച്ചിട്ടാണല്ലോ ഈ വാദം അവർ പറയുന്നത്. KCയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമെന്ന് VD സതീശൻ. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി P പ്രസാദും രംഗത്തെത്തി. BJPക്ക് ബദലാകുമെന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസിന് ഇപ്പോഴും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയില്ലെന്നും ആലപ്പുഴയിൽ ആര് വന്നാലും AM ആരിഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും P പ്രസാദ്. ഇത്തവണ അനായാസേന
സഖാവ് എ എം ആരിഫ് ആലപ്പുഴയിൽ വിജയിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും ആർക്കും വേണ്ട. KC വേണു വന്യമൃഗശല്യം പരിഹരിക്കാൻ ചർച്ച. വന്യമൃഗ ആക്രമണം ചെറുക്കാൻ യോജിച്ച് പ്രവർത്തിക്കുന്നതിന് കേരളവും കർണാടകയും തമിഴ്നാടും തമ്മിൽ ധാരണ. വന്യമൃഗ സംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെ 4 പദ്ധതികളുള്ള ധാരണാപത്രത്തിൽ കേരളവും കർണാടകയും ഒപ്പിട്ടു. ബന്ദിപ്പൂരിൽ ചേർന്ന അന്തർ സംസ്ഥാന ഏകോപന സമിതി യോഗത്തിലാണ് തീരുമാനം. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിത മാറ്റം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും പിന്തുണച്ചു. വയനാട്ടിൽ രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം. സമാന സ്ഥിതിയാണ് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും അതിർത്തി പ്രദേശങ്ങളിൽ. ഈ സാഹചര്യത്തിലാണ് വനം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം ബന്ദിപ്പൂരിൽ നടന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ചില തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു. പ്രശ്നപരിഹാരത്തിന് സഹകരിക്കാൻ 3 സംസ്ഥാനങ്ങളും ധാരണയായി. സംഘർഷബാധിത മേഖലകളുടെ മാപ്പിംഗ് നടത്തും. ഇതിന്റെ കാരണം കണ്ടെത്തും. നടപടികൾ കൈക്കൊള്ളും. പ്രശ്നപരിഹാരത്തിന് അതിവേഗ ഇടപെടൽ സാധ്യമാക്കും. വിദഗ്ധ സേവനം, വിഭവ സഹകരണം, വിവര കൈമാറ്റം തുടങ്ങിയവ വേഗത്തിൽ നടപ്പാക്കും. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് സംസ്ഥാനങ്ങളും പിന്തുണച്ചു. ഇക്കാര്യത്തിൽ ഐക്യത്തോടെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം. 10-50 വർഷത്തിന് മുമ്പുള്ള സാമൂഹ്യ യാഥാർത്ഥ്യമല്ല ഇപ്പോഴുള്ളത്. പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അപര്യാപ്തത 3 സംസ്ഥാനങ്ങളും നേരിടുന്നതായി യോഗം വിലയിരുത്തി. വംശവർധന ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. റെയിൽ ഫെൻസിംഗ് അടക്കം ഉള്ള പദ്ധതികൾക്ക് കേന്ദ്രം കാര്യമായി സഹായം നൽകുന്നില്ലെന്നായിരുന്നു കർണാടക വനം മന്ത്രി ഈശ്വർ ഖാണ്ഡ്രയുടെ കുറ്റപ്പെടുത്തൽ. തമിഴ്നാട് വനം മന്ത്രി യോഗത്തിൽ പങ്കെടുത്തില്ല. ഉദ്യോഗസ്ഥർ മാത്രമാണ് പങ്കെടുത്തത്. നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗം തീരുമാനിച്ചു. 3 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥലത്തിലെ ആശയവിനിമയം തുടരും. 24 വയനാട്. ആതിരപ്പള്ളി ആനക്കയത്ത് സ്വകാര്യ ബസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന പെട്ടെന്ന് പാഞ്ഞെടുക്കുകയായിരുന്നു. ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ അപകടം ഒഴിവായി. 15 മിനിറ്റോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനപാലകർ തുരത്തി. ആനയ്ക്ക് മതപ്പാടുണ്ടെന്ന സൂചനയെ തുടർന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മമതാ ബാനർജി. പശ്ചിമബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസ് BJPയുടെ പതനം ഉറപ്പാക്കാനുള്ള ചരിത്ര ദൌത്യം ഏറ്റെടുക്കുന്നുവെന്ന് മമതാ ബാനർജി പറഞ്ഞു. രാജ്യത്തെ പ്രതിപക്ഷ നിരയുടെ ഉറക്കം കെട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചു. അതിനിടെ ഹരിയാനയിലും രാജസ്ഥാനിലുമായി 2 BJP MPമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. വങ്കനാട്ടിൽ BJPയെ നേരിടാൻ തങ്ങൾക്ക് തനിച്ച് സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. 42 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മമതാ ബാനർജി നാമനിർദ്ദേശം ചെയ്തു. മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, ശത്രുഘ്ൻ സിൻഹ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ തുടങ്ങിയ പ്രമുഖരാകും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുക. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവും സംസ്ഥാന അധ്യക്ഷനുമായ ആദിർ രഞ്ജൻ ചൌധരിയാണ് ബർഹാംപൂരിൽ യൂസഫ് പഠാന്റെ എതിരാളി. കീർത്തി ആസാദ്, ബർദുമാൻ ദുർഗാപൂർ, ഗോപാൽ ലാമ ഡാർജിലിംഗ്, പർമ ബൗദ്ധിക് ബാരക്പൂർ, സൗഗത റോയ് ഡുംഡും, ഹാജി നൂറുൽ ഇസ്ലാം ബസീർഘട്ട്, സയോനി ഘോഷ് ജാദവ്പൂർ, കല്യാൺ ബാനർജി ശ്രീറാംപൂർ തുടങ്ങിയവരും TMC പട്ടികയിൽ ഇടം പിടിച്ചു. മറുവശത്ത് വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിപുലമായ വരവേൽപ്പ് ലഭിച്ചു. ബൽക്കി पूरे देश के विकास के लिए कई विकास परियोजनाओं का यहां से शुभारंभ हो रहा है. രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാത്ത വർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസനം സാധാരണക്കാരന്റേതായി അനുഭവവേദ്യമാകുന്ന ഈ കാലം മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും BJPയിൽ നിന്നുള്ള 2 MPമാർ പാർട്ടി വിട്ടു.
BJP വിട്ട ബ്രിജേന്ദ്ര സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. 2014 കോൺഗ്രസ് വിട്ടാണ് പിതാവിനൊപ്പം ബ്രിജേന്ദ്ര സിംഗ് BJPയിൽ ചേർന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് സമിതിയുടെ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇതിനിടെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി യോഗത്തിന് ശേഷം 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വയോധികന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ മുറിക്കുള്ളിൽ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു മൃതദേഹം. പ്രതി നിധീഷ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൂട്ടാളിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തിയത്. വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സ്ഥലത്ത് പോലീസ് പരിശോധന തുടങ്ങി. 7 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിനോട് പ്രതി നിധീഷ് പൂർണ്ണമായും സഹകരിച്ചു. വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയും കുഴിച്ചുമൂടിയ സ്ഥലവും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. മൃതദേഹാവശിഷ്ടം പൂർണ്ണമായും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രതി കാണിച്ചതനുസരിച്ച് ഒരു ബോഡി റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഓൺഗോയിങ് ആണ്. അന്വേഷണത്തിൽ ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ പറ്റില്ല. കൂടുതൽ പിന്നെ പറയാം. വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കുഴിച്ചിട്ടിരുന്ന മൃതദേഹം 3ആയി മടക്കിയ നിലയിലായിരുന്നു. ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. 3ആയിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ്റും ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത് മൃതദേഹം. കാർഡ്ബോർഡ് കൂടിനകത്ത് സെല്ലോട്ടൊപ്പൊക്കെ ഒട്ടിച്ച് പാൻറ്റും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. പിന്നെ അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് കക്കാട്ടുകടയിലെ വീടെന്ന് പഞ്ചായത്ത് അംഗം രമാ മനോഹരൻ. കുഴിച്ചിട്ട മുറിയുടെ ഒരു 3 അടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത്. ആ കുഴി മൂടിയിട്ടുണ്ട്. പക്ഷേ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല. സിമെന്റ് ഇട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വ്യത്യസ്തമായിട്ട് തന്നെ നടക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകുന്ന വീടിൻ്റെ അകം മൊത്തം പ്ലാസ്റ്റിക് കൂടുകളും ചാക്കുകളും ഒക്കെയാണ്, തുണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിധീഷ്, കൊല്ലപ്പെട്ട വിജയൻ, മകൻ വിഷ്ണു എന്നിവർ പ്രതികളാണ്. കുഞ്ഞിന്റെ കാലിൽ വിജയൻ പിടിക്കുകയും നിധീഷ് മൂക്കും വായും തുണി കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. മൃതദേഹം മറവു ചെയ്യാൻ വിഷ്ണു സഹായിച്ചു. മൃതദേഹാവശിഷ്ടത്തിനായി പോലീസ് തിരച്ചിൽ തുടങ്ങി. വിഷ്ണുവിന്റെ സഹോദരിക്കും നിധീഷിനും ജനിച്ച കുഞ്ഞിനെ നാണക്കേട് ഭയന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് മൊഴി. വിഷ്ണുവും നിധീഷും കഴിഞ്ഞ ദിവസം മോഷണത്തിനിടെ പിടിയിലായതോടെയാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. 24 ഇടുക്കി. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ നടത്തിപ്പുകാർക്കെതിരെ കേസെടുത്ത പോലീസ്. ജോയ് വാട്ടർ സ്പോർട്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വർക്കല പോലീസ് കേസെടുത്തത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന വിവരാവകാശ രേഖ നേരത്തെ പുറത്തുവന്നിരുന്നു. ടൂറിസം ഡയറക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിവരാവകാശ രേഖ. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയതെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതി വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു. പരിസ്ഥിതി പ്രവർത്തകനും കോളേജ് അധ്യാപകനുമായ SJ സഞ്ജീവ് നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു 5-6 വർഷം ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 2022 വരെ ഡാറ്റയുണ്ട്. അതിന് വർക്കലയ്ക്ക് വേണ്ടി വലുതായിട്ട് പൈസ ചിലവാക്കിയിട്ടൊന്നുമില്ല. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്ടംപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഈ പല പ്രോജക്റ്റുകളും കൊളാപ്സിബിൾ സ്റ്റേജിലോ അബൻഡൻസ് സ്റ്റേജിലോ ആൾക്കാർ കയറാത്ത സ്റ്റേജിലോ ആണ് വർക്കലയിൽ നടത്തിയിരിക്കുന്ന പ്രോജക്റ്റിലെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ഈ കഴിഞ്ഞ 3-4 വർഷം ചെയ്തേക്കുന്ന സാധനങ്ങൾ ഡയറക്ടറാണ് ഉത്തരം പറയേണ്ടത്. ടൂറിസം ഡയറക്ടർ PB നൂഹിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. പാലം തകർന്നത് ആരുടെ വീഴ്ചയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഈ 100 മീറ്റർ കടലിലേക്ക് ഈ പാലം, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയാൻ എന്ത് പരിശോധനയാണ്, എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത്, എന്ത് സുരക്ഷാ സംവിധാനമാണ് അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം അടൂർ പ്രകാശ് MP ആവശ്യപ്പെട്ടു. ഇതിനകത്ത് എന്തൊക്കെ അഴിമതി നടന്നു? ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം. ഇത് ശാസ്ത്രീയമായി പഠനം നടത്തിയിരുന്നോ? പണം എത്ര ചെലവഴിച്ചു? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ ഏജൻസിക്ക് സംഭവത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ KM ലാജി പറഞ്ഞു. അപ്പം നഗരസഭയിൽ നിന്ന് ഇപ്പോൾ ടൂറിസം നടപ്പിലാക്കുന്ന ഇത്തരം പരിപാടിക്ക് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതിയോ മറ്റോ വേണ്ട. അല്ലാതെ തന്നെ ഒരു നിർദ്ദേശം
ടൂറിസം വകുപ്പിൻ്റെ തന്നെ അത്തരത്തിലൊരു ഓർഡർ നേരത്തെ നിലവിൽ നിൽപ്പുണ്ട്, അത് ചെയ്യാനുള്ള അധികാരം. പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കൂവെന്നാണ് നഗരസഭയുടെ നിലപാട്. 24 തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. യെസ് ഭാരത് വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം കൽപ്പറ്റയിൽ തുറന്നു. സിനിമാതാരം കല്യാണി പ്രിയദർശൻ ഉദ്ഘാടനം ചെയ്തു. യെസ് ഭാരത് വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ ബ്രാൻഡ് അംബാസഡറായാണ് കല്യാണി പ്രിയദർശൻ. സാരികൾ, ലാച്ച, ലെഹങ്ക, ചുരിദാർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ, ഫാൻസി സെക്ഷൻ എന്നിങ്ങനെ ഏറ്റവും പുതിയ വൻ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. മലബാറിലെ ഏറ്റവും വലിയ സിൽക്ക് സാരി കേന്ദ്രമാണ് യെസ് ഭാരത് എന്ന് ഉടമകൾ പറഞ്ഞു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തവർക്ക് 10 പവൻ സ്വർണം സമ്മാനമായി നൽകി. ഉദ്ഘാടന ചടങ്ങിൽ കൽപ്പറ്റ നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് TJ ഐസക് അധ്യക്ഷനായി. MLA-മാരായ T. സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജുനൈദ് കൈപ്പാണി, വാർഡ് കൗൺസിലർ ഷരീഫ് P. കുഞ്ഞബ്ദുള്ള ഹാജി, യെസ് ഭാരത് ചെയർമാൻ E. അയ്യൂബ് ഖാൻ, മാനേജിംഗ് ഡയറക്ടർമാരായ H. ഷിബു, അൻഷാദ് അയ്യൂബ് ഖാൻ, സബ സലാം, ഷോറൂം മാനേജർമാരായ ജോസഫ് P. ജോൺ, രതീഷ് G. നായർ, PRO ബാബു പോൾ എന്നിവർ സംസാരിച്ചു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.